Hi friends, welcome back to my little world YouTube channel. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം പോലെയൊന്നും ആരുണ്ടാക്കിയാലും വരില്ല. എന്നാലും അതുപോലെ ആകാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കേ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി 1 ലിറ്റർ പാല് കാച്ചിയെടുക്കാം. ഈ പായസത്തിന് നല്ല ഏലക്കായുടെ മണം ഉണ്ടാവണം. അതിന് ഒരു 10-15 ഏലക്കായും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി പായസം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അരിയുടെ സെലക്ഷനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ പൊടിയരിയാണ്. എനിക്കിത് നന്നായിട്ടാണ് തോന്നുന്നത്. നന്നായി നമ്മുടെ ആവശ്യത്തിന് വേവിച്ചെടുക്കാൻ കഴിയും. കറക്റ്റ് വേവിന് കിട്ടും. 1 ഗ്ലാസ് അരി 2 വെള്ളം കഴുകി നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വേവിക്കാൻ വയ്ക്കാം. കുക്കറിൽ 3 വിസിൽ കേൾപ്പിച്ച് ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പതിയെ തുറന്ന് നോക്കുക. അരി വെന്തോ എന്ന് ഒന്ന് ഇളക്കി നോക്കുക. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടെ അതിലിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്നുകൂടി നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക. കുക്കറിൽ വെയിറ്റ് ഇടാതെ അടപ്പിട്ടടച്ച് 10 മിനിറ്റോളം ചെറു തീയിൽ വേവിക്കാൻ വയ്ക്കുക. ഇപ്പോൾ അരി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി വെച്ച പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയ സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നന്നായി അലിഞ്ഞു കിട്ടുന്നതിലേക്കായി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇനി പതുക്കെ അടപ്പ് മാറ്റി കുറുകിയൊന്ന് നോക്കാം. ഇപ്പോൾ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാലും ഫസ്റ്റിൽ ഒഴിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്ന പാല് കൂടി ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി തിളപ്പിക്കാൻ വയ്ക്കുക. ഇപ്പോൾ തിളപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ്. അപ്പോൾ മൈ ലിറ്റിൽ വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.